ഹായ്, നമസ്കാരം. ഹൈദരാലിയെയും ടിപ്പുവിനെയൊക്കെ പിന്തുടച്ചിരുന്ന ചിറക്കൽ രാജാവിന് എന്താണ് സംഭവിച്ചത്? അതുപോലെ പരപ്പനാട് രാജാവിനും അതുപോലെ തിച്ചേറ ചെരുപ്പർക്കും എന്താണ് സംഭവിച്ചത്? അതുപോലെ കോട്ടയത്തുണ്ടായിരുന്ന ഒരു കോട്ട, ആ കോട്ടയിൽ ഉണ്ടായിരുന്ന 2000 പേർക്ക് എന്താണ് സംഭവിച്ചത്? ഇവര് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു? ഇംഗ്ലീഷുകാർ ഇവരെ സഹായിച്ചിരുന്നു. ടിപ്പു ഹൈദരാലി നടപ്പാക്കിയ ചില സാമൂഹ്യ വ്യവസ്ഥിതികൾ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? അദ്ദേഹം ഒരു ഏബിൾ ആയിട്ടുള്ള ഭരണാധികാരി ആയിരുന്നോ? യഥാർത്ഥത്തിൽ മതം ബാധിച്ചിട്ടാണോ അദ്ദേഹം ഈ കാര്യം ചെയ്തിരുന്നത്? അദ്ദേഹം നല്ലൊരു സൈനികനായിരുന്നോ, അല്ലെങ്കിൽ ഒരു പോരാളിയായിരുന്നോ? അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടികൾ, തിരുവിതാംകൂറിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പിന്നെ എന്നേക്കുമായിട്ട് മലബാർ വിട്ടു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചത്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ യൂട്യൂബിലൂടെ നൽകാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. കുറച്ച് പുതിയ വാർത്തകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വളരെ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അപ്പൊ ആരെയും പക്ഷം പിടിച്ചിട്ടല്ല എന്നർത്ഥം. ഉള്ള ചരിത്രരേഖകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 1784 മൈസൂരും അതുപോലെ ഇംഗ്ലീഷുകാരും തമ്മിൽ ട്രീറ്റി ഉണ്ടാകുന്നത്, ഉടമ്പടി ഉണ്ടാകുന്നത്. ആ ഉടമ്പടി പ്രകാരം അവര് പരസ്പരം ന്യൂട്രൽ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇതില് വഴിയാധാരമായത് ഇംഗ്ലീഷുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ രാജാക്കന്മാരായിരുന്നു. അതിന്റെ പേരിലാണ് കേരളവർമ്മ പഴശ്ശിരാജാവ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരായിട്ട് ഉടക്കി നിന്നതിന്റെ കാരണം. ആ സമയത്ത് ഇവിടെ വീണ്ടും റബലുകൾ തലപൊക്കാൻ തുടങ്ങി, പ്രശ്നങ്ങളായി. അങ്ങനെ ലാലിയുടെ നേതൃത്വത്തിൽ ആണ് ഇദ്ദേഹം, അതായത് ടിപ്പു, ഒരു വലിയൊരു സൈന്യമായിട്ട് ഇറങ്ങി താമരശ്ശേരി ചുരം വഴി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോ ആ സമയത്ത് കോട്ടയം, അതായത് അറയ്ക്കല് ബീവി, അല്ലെങ്കിൽ അവര് പോലും ഇവർക്കെതിരെ ആയിരുന്നു, ടിപ്പുവിനെതിരായിരുന്നു. കാരണം ഈ കേരളത്തിന്റെ ഗവർണർ മൈസൂരിന്റെ ഗവർണർ ആകാം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ്, അരിരാജാവിനാകാം എന്ന് വിചാരിച്ച സമയത്താണ് ഹൈദരാലി അർഷദ് ബേഖാനെ അവിടെ നിയമിക്കുന്നത്. അതുപോലെ കോലത്തിരി രാജ്യത്തിന്റെ ഭരണമൊക്കെ പിടിച്ച് അതൊക്കെ അദ്ദേഹം വീണ്ടും ചിറക്കൽ രാജാവിന് തന്നെ കൊടുക്കുകയും ചെയ്തു. ഇതിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് അവരുടെ സ്ഥലങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആ സമയത്ത്. അതുകൊണ്ട് ഈ കലാപങ്ങൾ പല ഭാഗത്ത്, ഈ മഞ്ചേരി ഗുരുക്കൾ അടക്കം പല ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതൊക്കെ ഒതുക്കാന്ന് വിചാരിച്ചിട്ട് ടിപ്പു തന്റെ പടയായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ വരുന്ന സമയത്ത് അതിന് മുമ്പ് ഹൈദരാലി ഈ ഗവർണറായി നിയമിച്ചിരിക്കുന്ന അർഷദ് ബേഖാനാണ്. ഈ അർഷദ് ബേഖാൻ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഇംഗ്ലീഷുകാരനെ പറഞ്ഞിരിക്കുന്നത് ഹൈലി ഒരു മുസൽമാൻ ഓഫ് റയർ ടാലൻസ് ആൻഡ് ഹ്യൂമാനിറ്റി ആൻഡ് പ്രോബിറ്റി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത്രയും നല്ല കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വന്നു ഇവിടെ നോക്കി. കാരണം ഈ ഭരണം ഒക്കെ വന്ന സമയത്ത് എല്ലാ നായന്മാരും മറ്റുള്ള ആൾക്കാരൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. കൃഷിയിടങ്ങളും നടക്കുന്നില്ല. ഈ എന്താ പറയാ, റവന്യൂ ഒക്കെ ഒന്നും കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം ഇതിനെ കുറിച്ച് പഠിക്കുന്നതും. അദ്ദേഹം സമ്പൂർണ്ണമായിട്ടൊരു നിയമം കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഓരോ കോക്കനട്ട് ട്രീക്കും, അതായത് തെങ്ങുകൾക്കൊക്കെ അരപ്പണം എന്ന് പറയുന്നത് ബോംബെ റുപ്പിയുടെ 8-1 തോന്നുന്നു അന്നത്തെ കണക്ക് പ്രകാരം. അതുപോലെ ചെറിയ തൈകൾക്കും വളരെ പ്രായം കൂടിയ തൈകൾക്കൊന്നും അദ്ദേഹം നികുതി ഏർപ്പെടുത്തിയില്ല. അതുപോലെ ആവറേജ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഹൈദരാലിയുടെ മരണം. അപ്പോഴാണ് ടിപ്പു കയറി വരുന്നത്. ടിപ്പു കുറെ പരിഷ്കാരം വരുത്തുകയാണ്. അദ്ദേഹം എല്ലാം മാറ്റുകയാണ്. അതായത് മിലിറ്ററി വേറെ, ഫിസിക്കൽ വേറെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ വെവ്വേറെ അതൊക്കെ വെവ്വേറെ ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. അങ്ങനെ മീർ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളെ അർഷദ് ബേഖാന്റെ പകരം അദ്ദേഹം കൊണ്ടുവരുന്നു. അപ്പൊ വാപ്പ ഏർപ്പാടാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മാറ്റി മറിക്കുകയാണ്. അതോടുകൂടി മീർ ഇബ്രാഹിം വന്ന് ഈ ടാക്സ് ഒക്കെ വർദ്ധിപ്പിച്ച് ആകെ പ്രശ്നങ്ങളാക്കുകയാണ്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് വീണ്ടും കലാപത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അർഷദ് ബേഖാൻ ഇത് ടിപ്പുവിനോട് കംപ്ലൈന്റ് ചെയ്തു. ടിപ്പു അത് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഒരു ഘട്ടത്തിൽ ടിപ്പുവിന് ദേഷ്യം വന്ന് അർഷദ് ബേഖാനെ പിടിച്ച് ജയിലിലിട്ടു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതേസമയം ബ്രിട്ടീഷ് രേഖയിൽ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതിനുള്ളിൽ ഇട്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പകരം അദ്ദേഹം റിസൈൻ ചെയ്ത് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ടിപ്പു അനുവാദം കൊടുത്തു. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് പോയി എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി ഇവിടെ ആകെ വലിയ പുലിവാൽ പിടിക്കാൻ തുടങ്ങി. അതായത് എല്ലായിടത്തും ഇൻസർജൻസ്, അതായത് ഗറില്ല വാറും മറ്റു കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ടിപ്പു ഇറങ്ങി വരുന്നതും അദ്ദേഹം അവിടെയുള്ള എല്ലാവരെയും അടിച്ചു ഒതുക്കുന്നുണ്ട്. അധികം വലിയ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല. നേരിടുന്ന സമയത്ത് അദ്ദേഹത്തിന് കാര്യമായിട്ടുണ്ടായില്ല. അപ്പൊ ഇതിൽ 1782 തോന്നുന്നു, അതായത് ജൂൺ 17-നാണ് വർഷം 1778
ആണെന്ന് തോന്നുന്നു. അതെ, 1788, സോറി, 1788 അപ്പൊ ജൂൺ 17 ചിറക്കൽ രാജാവ് ടിപ്പുവിനെ കാണുന്നുണ്ട്. ടിപ്പുവിനെ എവിടുന്ന കാണുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം വരുന്ന സമയത്ത് പാലക്കാട് വെച്ച് അസുഖബാധിതമായിട്ട് ഇദ്ദേഹം മരിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന്റെ അനിയനാണ് പിന്നീട് രാജാവായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്താ നേരിട്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, പഴയ ആ വഴിക്ക് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ അദ്ദേഹം വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ടിപ്പു അടുത്ത കൈ വെക്കുന്നത് കാലിക്കറ്റ് ആണ്. അപ്പോ കോഴിക്കോട് വരുന്നതിന് മുമ്പ് ഈ ചിറക്കൽ രാജാവിന്റെ അടുത്ത് വല്ലാതെ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചിറക്കൽ രാജാവിന് ഇംഗ്ലീഷുകാരായിട്ട് ചെറിയൊരു ബന്ധമുണ്ടോ എന്നതിന് സംശയം തോന്നുകയൊക്കെ ഉണ്ടായി. എന്തായാലും ചിറക്കൽ രാജാവ് പിന്നീട് മൈസൂരിൽ പോയിട്ട് അദ്ദേഹത്തിനെ ശ്രീരംഗപട്ടണത്ത് പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് നന്നായി സ്വീകരിക്കുന്നുണ്ട്. അവിടെ ഒരാഴ്ച താമസിക്കുന്നുണ്ട്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഇടയിൽ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ചിറക്കൽ രാജാവിന് മനസ്സിലായി ക്ഷേത്രങ്ങളൊക്കെ തകർക്കാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പൊ ക്ഷേത്രങ്ങളെ തകർക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം 4 ലക്ഷം രൂപയും അതുപോലെ സ്വർണ്ണ പ്ലേറ്റും നൽകാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മറുപടി, ഈ ലോകത്തുള്ള മുഴുവൻ സ്വർണം തരാമെന്ന് പറഞ്ഞു, ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്നിലേക്ക് മാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും യുദ്ധത്തിന്റെ ലക്ഷ്യം ഇതാണ്. മാത്രമല്ല എന്നെ പിടിച്ച് മുസൽമാനാക്കുമോ എന്നുള്ള ഭയവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പതുക്കെ അവിടുന്ന് തടി ഊരിയിട്ട് അദ്ദേഹം ഇറങ്ങി വന്നു. പക്ഷെ പോകുന്ന സമയത്ത് തന്നെ ഈ ടിപ്പുവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ അല്ല അദ്ദേഹത്തിന് തോന്നിയതാണോ എന്നറിയില്ല, അദ്ദേഹം 2 ബ്രിഗേഡിനെ വിട്ട് ഈ ചിറക്കൽ രാജാവിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെടുന്നുണ്ട്, കുറച്ചുപേര് രക്ഷപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിനെ കുറിച്ചിട്ട് 2 തരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ബ്രിട്ടീഷ് അദ്ദേഹം തന്നെ, അതായത് ഈ സുൽത്താൻ തന്നെ എഴുതിയിട്ടുള്ള രേഖ പ്രകാരം ഇദ്ദേഹത്തിനെ കൊന്ന് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും എലിഫന്റ്, അതായത് വലിച്ചുകൊണ്ട് കൊന്നിട്ടാണോ അല്ലാതെയോ എന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. അങ്ങനെ ഈ ബോഡിയൊക്കെ മ്യൂട്ടിലേറ്റ് ആയി, അതായത് ഛിന്നഭിന്നമായി. പിന്നെ അദ്ദേഹത്തിനെ അവിടെ ഒരു മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കി. കൂടെ അദ്ദേഹത്തിന്റെ 17 അംഗരക്ഷകർ ഫോളോവേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അവരും കെട്ടിത്തൂക്കി എന്ന് എഴുതിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അങ്ങനെയല്ല പറഞ്ഞത്, ഇദ്ദേഹം ഈ പടപൊരുതി അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നും എഴുതി കാണാനുണ്ട്. അപ്പൊ 2 റിപ്പോർട്ട്, നമുക്ക് സുൽത്താന്റെ റെക്കോർഡ് തന്നെ നമുക്ക് എടുക്കാം, അതായിരിക്കുമല്ലോ നേരിട്ട് ഉള്ളത്, അത് വിശ്വസിക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇവര് നേരെ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നത്. കോഴിക്കോട് ഭാഗത്ത് വരുമ്പോൾ അതൊന്നും അവര് വിശ്വസിക്കില്ല. കാരണം ഈ പറയുന്ന ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത്, അതായത് ഈ ചിറക്കൽ രാജാവിന് സംഭവിച്ചതിനെ നമുക്ക് സംഭവിക്കുമോ എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം ഹൈദരാലിയെ പോലെയല്ല, ഹൈദരാലി എന്തും ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുള്ളൂ. പക്ഷെ ടിപ്പു അങ്ങനെയല്ല, എടുത്തുചാട്ടം ഭയങ്കരമാണ്. അങ്ങനെ അത് വരുന്നതിന് മുമ്പ് അവര് കോട്ടയത്തുള്ള കുറ്റിപ്പുറം ഭാഗം അങ്ങോട്ട് വളയുന്നുണ്ട്. കുറ്റിപ്പുറം ഭാഗം വളഞ്ഞിട്ട് ആ കോട്ട വളഞ്ഞ് അതിലുണ്ടായിരുന്ന 2000 പേര് നായന്മാരാണ്, അവരുടെ ഫാമിലി എല്ലാവരും മൊത്തമായിട്ട്, അതിലെ പുരുഷന്മാരെ മുഴുവനും പിറ്റേ ദിവസം തന്നെ അവര് സർക്കംസിഷൻ, അതായത് ശേലാകർമ്മം ഇതാക്കിയിട്ടുള്ള ആ സുന്നത്ത് കർമ്മമൊക്കെ ചെയ്ത് മുസ്ലിമാക്കി, മറ്റുള്ളവരെയും മുസ്ലിങ്ങളാക്കി, എന്നിട്ട് ബീഫ് തീറ്റിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് മലബാറിൽ. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പോരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ റെക്കോർഡ് തന്നെ പറയുന്നത്, ബ്രിട്ടീഷുകാർ പലപ്പോഴും ദൂതന്മാരെ അയക്കുന്നത് ബ്രാഹ്മണരെ ആയിരുന്നു. ബ്രാഹ്മണരെ പൊതുവെ ദൂതന്മാരെ അയക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ ഒന്നും ചെയ്യില്ല, കൊല്ലില്ല എന്നുള്ള വിശ്വാസമായിരുന്നു. പക്ഷെ ഇദ്ദേഹം 200 ബ്രാഹ്മണന്മാരെ മുസൽമാനാക്കി ബീഫ് തീറ്റിച്ചു എന്നുള്ള റിപ്പോർട്ട് ഈ ഇംഗ്ലീഷുകാർക്ക് കിട്ടി. അപ്പൊ അതും അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പരപ്പനാട് രാജാവിന്റെ അടുത്തേക്ക് വരുന്നത്. പരപ്പനാട് രാജാവിനെയും തിച്ചേറ തിരുപ്പേരെയും പിടിച്ചുകൊണ്ടുപോകുന്നു കോയമ്പത്തൂരിലേക്ക്. കോയമ്പത്തൂർ കൊണ്ടുപോയിട്ടാണ് അത് അവരെ വളരെ ബലമായിട്ട് പിടിച്ച് കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് അവരെ ഈ സർക്കംസിഷൻ ചെയ്യുന്നത്. അതായത് ശേലാകർമ്മം നീക്കം ചെയ്ത് എന്താ പറയുക, സുന്നത്ത് ചെയ്തിട്ട് മുസൽമാനാക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം എഴുതിയ ഒരു ലെറ്റർ ഉണ്ട്, അതിന്റെ കോപ്പി, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതിലിടാം. ആ ലെറ്ററിൽ അദ്ദേഹം പറയുന്നത് പാലക്കാട് എഴുതിയ ഒരു എഴുത്താണ്. അതില് പാലക്കാട്ടുകാരിൽ കൊടുത്തിരിക്കുന്നത് പല രീതിയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയണത് ഒന്ന് ഇങ്ങനെയാണ്: It directed that every being in the district without distinction should be honored with Islam, employed to effect their universal conversion എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. മലബാർ മാനുവലില് അവർ എഴുതിയിരിക്കുന്ന പേജ് നമ്പർ 455. പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വേറെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പാലക്കാട് രാജാവിന്റെ പാലക്കാട് നിന്ന് കിട്ടിയിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള രേഖ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും വശത്താക്കിയിട്ടോ പ്രേരിപ്പിച്ചിട്ടോ അല്ലാതെയോ നുണ പറഞ്ഞോ ബലം പിടിച്ചോ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ ഉള്ളവരെ മുഴുവനും മുസ്ലിം ആക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം 1200 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ജിഹാദ് ഇനി നമ്മളിലൂടെ ഉണ്ടാകണം എന്ന രീതിയിൽ. അതിന്റെയൊക്കെ കോപ്പി എന്തിൽ ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ യഥാർത്ഥത്തില്
അദ്ദേഹം ഇങ്ങനെ ഉദ്ദേശിച്ചത്, ടിപ്പു ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റബലുകളുടെ ഈ ശല്യമൊക്കെ വന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് കൂറുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. കാരണം 10-25 വർഷങ്ങളായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഒരു കൂറുള്ള ഒരു ഗവൺമെന്റ്, ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം ഈ കൺവേർഷൻ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം പോർച്ചുഗീസുകാര് അവിടെ ഗോവയില് ഒരു സങ്കര ഇനത്തിന് ഉണ്ടാക്കലുണ്ടായി, അവർക്ക് കൂറ് നിൽക്കാൻ വേണ്ടിയിട്ട്, കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു കൂറ് പാലിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കാം. എന്തായാലും ഇദ്ദേഹം നല്ല മതത്തിനോട് ഭയങ്കര ആസക്തി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം വളർന്നു വന്നത് സാഹചര്യം അങ്ങനെ തന്നെയാണ്. പിന്നെ ഉപദേശകർ പലപ്പോഴും എന്താ പറയാ, ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഒന്നും സ്വയം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ടിപ്പുവിനെ കുറിച്ച്. ടിപ്പു ഒരു വീരനായിരുന്നു, നല്ലൊരു വീരനായിരുന്നു. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പാളിച്ച പറ്റിയിരുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശകരുടെ, അതായത് മിസ്ഇൻഫർമേഷൻ കാരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരുവിതാംകൂർ ഇന്ത്യയിലേക്ക് പോകുന്നതിന് ഒരു കാരണമുണ്ടായി. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് മുമ്പ് കോഴിക്കോട് രവിവർമ്മേനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡച്ച് കോട്ടകൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ. അതായത് കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയിൽ ഉണ്ടായിരുന്നതാണ്. അത് യഥാർത്ഥത്തിൽ സാമൂതിരി ആക്രമിച്ചപ്പോൾ ആ സ്ഥലം ഇതിലേക്ക് പെട്ടിരുന്നു. അപ്പൊ ഈ ഡച്ചുകാർ ഈ 2 കോട്ടയും തിരുവിതാംകൂർ രാജാവിന് വിറ്റു, രാമവർമ്മയ്ക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, രാമരാജയ്ക്ക് വിറ്റു. അപ്പൊ അദ്ദേഹത്തിന് അത് വിറ്റ സമയത്ത് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവര് ക്ലെയിം ചെയ്യാം. ഈ തിരുവിതാംകൂറുകാരും ഇംഗ്ലീഷുകാരും കൂടിയിട്ട് സന്ധി ഉള്ളത് കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഓൾറെഡി സന്ധി ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ആക്രമിക്കാൻ പറ്റില്ല. അപ്പൊ സാമൂതിരിക്ക് വെച്ചിട്ട് ആക്രമിക്കാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ രവിവർമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ, അവര് ഏത് ആപൽഘട്ടത്തിലും അവരെ സഹായിച്ചിരുന്നത് തിരുവിതാംകൂറാണ്. അവർ ഈ പരിപാടിക്ക് നിന്നില്ല. അവിടെ വീണ്ടും തെറ്റി, വീണ്ടും രവിവർമ്മയും കൂട്ടരും വീണ്ടും ഗറില്ല വാറിലേക്ക് മടങ്ങി. അപ്പോ ഈ കൊച്ചി രാജാവ് ഈ ഡച്ച് കോട്ട, 2 കോട്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്തതാണ്. അവര് പിന്നീട് അത് വലുതാക്കിയതാണ്. ആ കോട്ട അവര് വിൽക്കുന്നത് രാമരാജനാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഈ ഒരു തർക്കം ടിപ്പു വന്ന സമയത്ത് ബ്രിട്ടീഷുകാർക്ക് രാമരാജ ഒരു എഴുത്ത് എഴുതി, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതാണ്, ഞാൻ അവിടുന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് കൊച്ചി രാജ്യത്തിലെ അല്ലെങ്കിൽ രാജാവിനോട് പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ഇത് സെപ്പറേറ്റ് ആണെന്നാണ് പറഞ്ഞു. പക്ഷേ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ കൊച്ചി രാജാവിനോട് ചോദിക്കാതെ ചെയ്തല്ല, അതുകൊണ്ട് ഇതൊന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ലെറ്റർ എത്തുമ്പോഴേക്കും ഇവിടെ കച്ചവടം കഴിഞ്ഞിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ഇവര് പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ എഴുതി. അത് ഹോളണ്ടാണ്, മദ്രാസ് കൗൺസിലിന്റെ ജനറൽ അദ്ദേഹമാണ്. അപ്പോ ടിപ്പു കംപ്ലൈന്റ് ചെയ്തപ്പോ ടിപ്പുവിനോട് പറഞ്ഞതിന് മുമ്പ് ഇദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. രാജാവ് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തേ പറ്റൂ, ഏതൊരു സമയത്തും ടിപ്പു ചിലപ്പോൾ ആക്രമിച്ചത് വരെ ഞങ്ങൾ ഇതിന്റെ വക്കത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കോട്ട അത്യാവശ്യമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ കോട്ട സംരക്ഷിച്ചോളാം, നിങ്ങളെ സഹായം വേണ്ടെന്നുള്ള രീതിയിൽ നിന്നു. പക്ഷേ ഇത് ടിപ്പുവിനോട് പറഞ്ഞപ്പോൾ ഈ പോളണ്ട് വേഗം ടിപ്പുവിനോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്തോളൂ, ഞങ്ങൾ ന്യൂട്രലാണെന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥ തിരുവിതാംകൂറും അതുപോലെ കോൺവാലിസ് പ്രഭുവായിട്ട് നല്ല ബന്ധമാണല്ലോ. അപ്പോ ഇവര് നല്ലൊരു ബന്ധത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. എന്തായാലും ടിപ്പു ഒരു 7000 പേരുടെ ഒരു പടയുമായിട്ട് അങ്ങ് ചെല്ലുകയാണ് അവിടെ. അപ്പൊ 7000 പേര് അവിടെ ചെല്ലുന്ന സമയത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോ ഇവര് അതിന് മുമ്പ് തന്നെ ട്രാവൻകൂർ ലൈൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ബോർഡറിലുള്ള ഒരു നീളത്തിലൊരു കോട്ട പോലെ ഒന്ന് പണിയുന്നുണ്ട്. പക്ഷെ പുറത്തു നോക്കിയ കോട്ടയാണെന്ന് തോന്നില്ല, കാരണം അവിടെ കുറെ പുല്ലുകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു വല്ലാതെ ഒരുപാട് നീളത്തിലുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ഇവരവിടെ ചെന്ന് ആക്രമിച്ച ഉടനെ തന്നെ ഭയങ്കര തിരിച്ചടിയാണ് കിട്ടുന്നത്. അങ്ങനെ ടിപ്പുവിന് ആദ്യത്തെ തിരിച്ചടി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു 8 ദിവസം അത് വെയിറ്റ് ചെയ്യാം. അതിന് പറയുന്നത് ചില സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സോ എന്തൊക്കെയോ കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ രണ്ടാമത്തെ 8 ദിവസം കഴിഞ്ഞപ്പോ ആദ്യം പോയത് ഇൻഫൻട്രി ആയിട്ടാണ്, കാലാൾപ്പടകളായിട്ട്. ഈ കാലാൾപ്പട കൊണ്ട് ഒന്നും നിൽക്കില്ല എന്ന് മനസ്സിലായി. അപ്പോ വേഗം എന്ത് ചെയ്തു, ഇനി എന്താ പറയാ, കവാലറിയും മറ്റു ഗ്രൂപ്പും ഒക്കെ വലിയ റീഎൻഫോഴ്സ്മെന്റോട് കൂടി വന്ന് അടിക്കാൻ വന്നു. ഈ സമയത്ത് രാജാ കേശവദാസും വെറുതെ ഇരുന്നില്ല. അവിടെ ഒരുപാട് ആൾക്കാരെ കൂട്ടി 1,00,000 സൈന്യം ഉണ്ടാക്കി അവരും കാട്ടുന്നു. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ടിപ്പുവിന്റെ സൈന്യമൊക്കെ നല്ല ഡിസിപ്ലിൻഡ് ആണ് എല്ലാത്തിലും. മറ്റിടത്തും അങ്ങനെയല്ല. ഈ പുതിയതായി പെട്ടെന്ന് ചേർന്ന് വന്ന എല്ലാ ആൾക്കാരും കൊണ്ട് അവർ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അങ്ങനെ കോട്ട ആക്രമണം തുടങ്ങിയതോട് കൂടിയിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാതായി. അങ്ങനെ കുറച്ച് ഭാഗം ഒഴിഞ്ഞുപോയി. മദ്രാസ് റെജിമെന്റിന്റെ 2 ബറ്റാലിയൻ അവിടെ ഉണ്ടായിരുന്നു. അത് ക്യാപ്റ്റൻ നോങ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവര് വെറുതെ പാസീവായി കാഴ്ചക്കാരായിട്ട് നോക്കിയിരുന്നു. അപ്പോഴേക്കും രാജാവ് ഇവിടുന്ന് ലെറ്റർ കൊടുത്തിരുന്നു,
കോൺവാലിസ് പ്രഭുവിന് ലെറ്റർ കൊടുത്തിരുന്നു. അദ്ദേഹം ഈ മദ്രാസ് ഇതിന്റെ റെജിമെന്റിൽ ഇവർക്ക് എഴുതി. പക്ഷെ അദ്ദേഹം അത് കേൾക്കുന്നില്ല. ഈ ഹോളണ്ട് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ കോൺവാലിസിന്റെ നിർദ്ദേശങ്ങളൊക്കെ തള്ളി. അതിനുശേഷമാണ് പുതിയ ഒരു മേജറിനെ നിയമിക്കുന്നത്. അങ്ങനെ പുതിയ മേജർ വരുന്നത് അദ്ദേഹത്തിന്റെ പേര് മിഡോസ്, ജനറൽ മിഡോസിനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നു. അപ്പൊ അദ്ദേഹം അവിടുന്ന് ഉടനെ തന്നെ പുറപ്പെടുകയാണ്. ഇവിടെ ഓൾറെഡി ഈ ടിപ്പു ക്രാങ്കന്നൂർ കോട്ടും അതുപോലെ ആയക്കോട്ടയും അതുപോലെ മറ്റു കോട്ടകളൊക്കെ പിടിച്ച്, പക്ഷെ അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് കടക്കുന്നില്ല, അവിടെ നിൽക്കുകയാണ്. തിരുവിതാംകൂറിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉടമ്പടി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലായി. കോൺവാലിസ് അവിടെ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ട്. കോൺവാലിസിന്റെ പദ്ധതികൾ പ്രകാരം അദ്ദേഹം എല്ലാ അലയൻസ് നേരെ പറഞ്ഞു, നിങ്ങൾ നോർത്തുനിന്ന് മറാഠകളോടും അതുപോലെ തന്നെ നിസാമിനോടും ആക്രമിക്കാൻ പറഞ്ഞു. ഈ പദ്ധതി ഇദ്ദേഹം അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ ടിപ്പു നേരെ കുറച്ച് സൈന്യമായിട്ടാണ് ശ്രീലങ്ക പട്ടണത്തിലേക്ക് പോകുന്നത്. കാരണം അവിടെ പോയിട്ട് അവിടുത്തെ എല്ലാവരും റീ ഓർഗനൈസ് ചെയ്യണം. അതേസമയം ഇവിടെ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരുനെൽവേലി ഇവിടുന്ന് ആ ഭാഗത്ത് നിന്ന് ഒരു സൈന്യം ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അത് മേജർ ഞാൻ പറഞ്ഞല്ലോ, മിഡോസിന്റെ നേതൃത്വത്തിൽ, ജനറൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇവര് ഇറങ്ങി നേരെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ആദ്യം അവര് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നത് പാലക്കാടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് ഈ പാലക്കാട് ഇത് വന്ന് അവര് വളരെ പെട്ടെന്നാണ് രാവിലെ വന്ന് ഒരു 4 മണിക്കൂറിനുള്ളിൽ കോട്ടയുടെ ഉള്ളിൽ കയറി പിറ്റേ ദിവസം രാവിലെ 3 മണിയാകുമ്പോഴേക്കും കോട്ട പിടിച്ചെടുക്കൽ കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ 5000-ഓളം സാമൂതിരിയുടെ നായർ പടയാളികളും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് പിന്നീട് നേരെ കോഴിക്കോട് പോവാണ്. അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ചാർജ് വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ അവിടുന്ന് നേരെ അബർക്രോംബി എന്ന് പറയുന്ന മേജർ അദ്ദേഹം ഇവിടെ, അതായത് ടെലിശ്ശേരി വന്നിരുന്നു. അവിടുന്ന് വടക്കുന്നും തുടങ്ങി. ഇവര് ഇവിടുന്ന് കിഴക്കുന്ന് ആക്രമിച്ച് അങ്ങോട്ട് പോയി. അവര് വടക്കുന്ന് ആക്രമിച്ച് കയറി വന്നു. ഇങ്ങനെ ലാസ്റ്റ് ഇവര് തമ്മില് കൂട്ടിമുട്ടുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഇത് മുഴുവനും വിമുക്തമായി. ഇതാണ് അതിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പോഴേക്കും ടിപ്പുവിന്റെ ഈ പല ഭാഗത്തും പലരും പ്രിസണേഴ്സ് ഒക്കെ ആയിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെയൊക്കെ പേര് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അവരുടെ പേരൊക്കെ പറയാം. അപ്പൊ അതില് ഇവരൊക്കെ ആക്രമിച്ച് ലാസ്റ്റ് എത്തുമ്പോൾ ഈ ചെതറി ഓടുകയാണ്. മൈസൂരിലത്തെ സൈന്യമൊക്കെ പല ഭാഗത്തായിട്ട് ചെതറി ഓടി. അവർക്ക് ഒരുമിച്ചാകാൻ കഴിഞ്ഞില്ല. ടിപ്പു ആണെങ്കിൽ അവിടെ ചെറിയൊരു സൈന്യം വെച്ചിട്ട് ഈ വലിയൊരു സൈന്യത്തെ നേരിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ വീഴുന്നത്. ഇവിടെ അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ റീഓർഗനൈസ് ചെയ്തു. പിടിച്ചെടുത്ത കോട്ടകളൊക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ ഇവർ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതിന്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഈ 25 വർഷം ഭരിക്കാൻ നിന്നിട്ട് അവർക്ക് ഇവിടുത്തെ കേരളത്തിലെ നായന്മാരെ അല്ലെങ്കിൽ ഈ മൈസൂരിലത്തെ മലബാറിലെ നായന്മാരുടെ ആ ഗൊറില്ല വാറിനെ ചെറുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, കയ്യിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അവര് കയ്യിലെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവരെ റീകൺസിലിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായി. പക്ഷെ അവർ ഈ മതപരമായിട്ടുള്ള ഈ കൺവേർഷൻ വന്നതോടുകൂടിയാണ് അവരുമായിട്ടുള്ള അടുക്കാതിരിക്കാനുള്ള ഒരു കാരണം. അതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടുത്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നായന്മാരോടുള്ള വിരോധം പിന്നീട് മാറി മറ്റു മതത്തിലുള്ള ആൾക്കാർ, മറ്റു ജാതിയിലുള്ള ആൾക്കാരൊക്കെ ഇവരോടൊപ്പം കൂടാൻ തുടങ്ങി. ഇവരുടെ നായർ പടയാളികളുടെ ഒക്കെ കൂടാൻ തുടങ്ങി. ഇപ്പൊ തലശ്ശേരി ഫാക്ടറിയിൽ 150ഓളം തീയ പടയാളികളായിരുന്നു അവരന്ന് ഇവർക്കെതിരെ, അതായത് മാഹി കോട്ടയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഹൈദരാലിയുടെ ആ ദീർഘവീക്ഷണം ടിപ്പുവിന് ഇല്ലാതെയായി പോയി. പക്ഷെ അദ്ദേഹം നല്ലൊരു വീരനായിരുന്നു. അദ്ദേഹം ജിഹാദൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഭരണത്തിൽ അദ്ദേഹം പരാജയമായിരുന്നു, കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായില്ല. എന്തായാലും ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് പല രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ് സത്യം, ഏതാണ് ഇത് എന്നുള്ളത് കിട്ടിയ രേഖകൾ നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ എന്താ പറയാ വിലയിരുത്തുക. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി ഇതിൽ കുറെ വ്യൂസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ പരമ്പര ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുന്നില്ല, നിർത്തുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ നിങ്ങളുടെ തുടർന്നുള്ള പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി.